ചെറുപ്പകാലത്ത് താനൊരു ആത്മാന്വേഷിയായിരുന്നെന്ന അവകാശവാദിയുമായി എത്തിയ നരേന്ദ്രമോദി വലിയ ട്രോളുകളാണ് ഏറ്റുവാങ്ങിയത്. യൗവനകാലത്തെക്കുറിച്ച് വാചാലനായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പെരുമഴയായിരുന്നു. ഇപ്പോഴിതാ വി.ടി. ബൽറാം എം.എൽ.എയും മോദിയുടെ ഭൂതകാലത്തെ ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ്. നടൻ ഹരീഷ് കണാറിന്റെ കോമഡി സ്കിറ്റിലെ കഥാപാത്രമായ ജാലിയൻ കണാറിന്റെ ചിത്രമാണ് ബൽറാം പങ്കുവച്ചത്. മോഡി പറയുന്നത് തള്ളാണെന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസിന്റെ യുവ എം.എൽ.എ ബൽറാം. ഹിമാലയത്തിൽ സന്യാസികൾക്കൊപ്പമുള്ള ജീവിത കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പുലർച്ചെ 3-നും 3:45-നും ഇടയിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഉണരുകയെന്നും കൊടും തണുപ്പിൽ ഹിമാലയത്തിലെ തണുപ്പേറിയ വെള്ളത്തിലായിരുന്നു കുളിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് ഹിമക്കരടിയവരെ ഉൾപ്പെടുത്തിയാണ് ട്രോളുകൾ നിറയുന്നത്. വി.ടി. ബൽറാം എം.എൽ.എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ ചെറുപ്പകാലത്ത് താനൊരു ആത്മാന്വേഷിയായിരുന്നെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയ അഭിമുഖത്തിലാണ് കൗമാരകാലത്തെ സന്യാസ സമാനമായ ജീവിതത്തെക്കുറിച്ച് മോദി വെളിപ്പെടുത്തൽ നടത്തിയത്. അക്കാലത്ത് തനിക്ക് കൗതുകം കൂടുതലും വ്യക്തത കുറവുമായിരുന്നുവെന്ന് മോദി അവകാശപ്പെട്ടു. 17 വയസ്സാണ് പ്രായം. അന്ന് ഹിമാലയ സാനുക്കളിൽ വെച്ച് സൈനികരെ കാണാനിടയായി. ഇതാണ് രാജ്യത്തെ സേവിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ വളർത്തിയത്. പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് സന്യാസികളുമായി താൻ ഏറെ ഭൗതിക വിചാരങ്ങൾ നടത്തി. ഈ ലോകത്ത് തനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ദൈവത്തിൽ അർപ്പിച്ചതുകൊണ്ടാണ് താൻ 17 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയതെന്ന് മോദി പറഞ്ഞു. അതേസമയം ഭാര്യയെക്കുറിച്ച് മോദി അഭിമുഖത്തിൽ നിശബ്ദത പാലിച്ചു. അമ്മ തന്നെ മധുരം നൽകിയതും നെറ്റിയിൽ തിലകമണിയിച്ചുമാണ് ഹിമാലയത്തിലേക്ക് വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിമാലയത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എല്ലാ ദിവസവും ഉണർന്ന് വെള്ളം ചൂടാക്കുക പോലും ചെയ്യാതെ കുളിച്ചിരുന്നെന്ന വെളിപ്പെടുത്തലും പ്രധാനമന്ത്രി നടത്തി. മരവിപ്പിക്കുന്ന തണുപ്പാണ് വെള്ളത്തിനുണ്ടായിരുന്നതെങ്കിലും തനിക്കത് ഊഷ്മളമായ അനുഭൂതിയായിരുന്നു ഉണ്ടാക്കിയതെന്നും മോദി പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ താളവുമായി എങ്ങനെ കൂടിച്ചേരണമെന്ന് തന്നെ സന്യാസിമാർ പഠിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രപഞ്ചത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് താനെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ ഉള്ളിലെ എല്ലാ അഹമ്മതിയും ഇല്ലാതാകുമെന്ന് മോദി അഭിമുഖത്തിൽ പറഞ്ഞു. താൻ ലൈബ്രറിയിൽ പോകുമായിരുന്നെന്നും കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുമായിരുന്നുവെന്നും മോദി പറഞ്ഞു. 8-ാം വയസ്സു മുതൽ ശാഖയിൽ പോയി തുടങ്ങി. 9-ാം വയസ്സിൽ ഗുജറാത്തിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായവരെ സഹായിക്കാൻ ഒരു ലഘു ഭക്ഷണ കേന്ദ്രം ഒരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. താൻ പിതാവിന്റെ ചായക്കടയിൽ സഹായിക്കാൻ നിന്നിരുന്ന കാര്യം ഈ അഭിമുഖത്തിലും മോദി ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് ഈ വർഷത്തെ 2ാമത്തെ അഭിമുഖമാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് വിമുഖത കാണിക്കുന്നതിൽ വിമർശനങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലം കൂടി ഈ അഭിമുഖങ്ങൾക്കുണ്ട്. തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഈ അഭിമുഖത്തിന്റെ 2ാം ഭാഗത്തിലുള്ള വിവരങ്ങളാണിവ. ആകെ 5 ഭാഗങ്ങളുള്ളതിൽ ബാക്കി 3 ഭാഗങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.